എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേക്കൻ ഇൻവെർട്ടർ AC-യുടെ PCB ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതെനിക്ക് പാലക്കാട് നിന്ന് കൊറിയർ വന്നിട്ടുള്ള ഒരു PCB ബോർഡാണ്. അപ്പോൾ ഇത് വേറെയും ടെക്നീഷ്യന്മാരുടെ കയ്യിൽ പോയിട്ട് വന്നിട്ടുള്ള ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇത് ഓണായി കുറച്ച് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതിനകത്തുനിന്ന് ബസർ അടിച്ച് ശബ്ദം കേട്ട് അങ്ങനെ നിൽക്കും. വേറെ ഇൻഡോർ മോട്ടർ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കംപ്രസർ എടുക്കുകയോ വേറെ ഒന്നും തന്നെ ഇല്ല. ഇൻഡോർ ബോർഡ് ഓൺ ആവുന്നുണ്ട്, ഔട്ട്ഡോർ ബോർഡും ഓൺ ആവുന്നുണ്ട്. കാര്യം അതിൻ്റെ LED ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഡേക്കൻ്റെ എറർ കോഡ് ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേ കാണത്തില്ല. ഇതിൽ വെറും LED മാത്രമേ ഉണ്ടാവൂ. ഇതിൻ്റെ ഡിസ്പ്ലേ ബോർഡിൽ 3 LED ഉണ്ട്, പിന്നെ ബസറും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ എറർ കോഡ് എടുക്കുന്നത് ഇതിൻ്റെ റിമോട്ടിലാണ്. എങ്ങനെയാണ് അതിൻ്റെ എറർ കോഡ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ ആ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇൻഡോർ ഔട്ട്ഡോർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്, അതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോറിലുള്ള പവർ സപ്ലൈ, ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. DC ഫാൻ മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. അത് ഔട്ട്ഡോറിലും DC ഫാൻ മോട്ടറാണ്. കംപ്രസറിൻ്റെ കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യണം. ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഇൻഡിക്കേഷൻ കത്തിയിട്ടുണ്ട്. ഔട്ട്ഡോർ ഓൺ ആവുന്ന സമയത്ത് ഔട്ട്ഡോറിലുള്ള LED ഇൻഡിക്കേഷൻ കത്തും. അതുകൊണ്ട് ഇവിടെ ഒരു LED ഉണ്ട്. ആ LED ഇൻഡോറിൽ വരുന്ന LED, അതായത് ഇൻഡോർ ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ LED കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്ഡോർ ഓണായി. ഔട്ട്ഡോർ ഓൺ ആകുമ്പോഴത്തേക്ക് ഔട്ട്ഡോറിലെ LED കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓണായി. ഇതിനകത്ത് ഈ ബസർ മാത്രമേ ഉള്ളൂ. ഈ ബസർ കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ആ ഡിസ്പ്ലേയിലുള്ള LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. വേറെ ഒന്നും ഇതിനകത്ത് നടക്കില്ല. അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള എറർ കോഡ് എന്നറിയാൻ വേണ്ടിയിട്ട്, ഇത് ഡേക്കൻ്റെ റിമോട്ടാണ്. ഇത് ഒറിജിനൽ റിമോട്ട്. ഈ ഒറിജിനൽ റിമോട്ടിൽ മാത്രം നമുക്കിതിൻ്റെ എറർ കോഡ് എടുക്കാൻ പറ്റും. അതിന് ഈ ക്യാൻസൽ ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബസർ അവിടെ സ്റ്റോപ്പ് ആവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 00 എന്നെഴുതി കാണിക്കും. അതിനുശേഷം നമ്മൾ ക്യാൻസൽ ബട്ടണിൽ ഇങ്ങനെ ഓരോ തവണയായിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ എറർ കോഡ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. E6, H6, H0, A6, E7, U0, F3, A5, F6, C7, A3, H8, H9, C9, C4, C5, J3, J6, E5, A1, E1, UA എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലോങ് ബീപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എറർ കോഡ് എന്ന് പറയുന്നത് UA എന്നുള്ള എറർ കോഡാണ്. അതിനുശേഷം ഇനി നമുക്ക് എറർ കോഡിൻ്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടുതലായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പോവുക. ഇല്ല, 0 വന്നു. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എറർ കോഡ് എന്ന് പറയുന്നത് UA എന്നുള്ള ഒരു എറർ കോഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റിമോട്ട് റീസെറ്റ് ചെയ്യാം. റീസെറ്റിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ബോർഡ് റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു എററിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ എന്താണ് UA എറർ? ഡേക്കിനെ സംബന്ധിച്ച് UA എറർ എന്ന് പറയുന്നത് ചില ബോർഡുകളിൽ കമ്മ്യൂണിക്കേഷൻ എററാണ്, ചില ബോർഡുകളിൽ കോമ്പിനേഷൻ എററാണ്. അപ്പോൾ ഈ UA എന്ന് പറയുന്നത് 2 രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കോമ്പിനേഷൻ എററായിട്ട് ഉപയോഗിക്കും. ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ എററാണോ അല്ലെങ്കിൽ കോമ്പിനേഷൻ എററാണോ എന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ആദ്യം ഒന്ന് പവർ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു റെഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വയറാണ്.
ഇതിൻ്റെ വൈറ്റ് വയറെന്ന് പറയുന്നത് ന്യൂട്രലും ബ്ലാക്ക് ലൈനുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ ലൈന് ഒന്ന് ഊരിയെടുക്കുകയാണ്. ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഊരിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് വീണ്ടും പവർ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഔട്ട്ഡോർ എനേബിൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഔട്ട്ഡോറിൽ ഓൺ ആകത്തില്ല. ഔട്ട്ഡോർ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഊരിയിട്ട് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ബോർഡ് ഓൺ ആകത്തില്ല. ഇപ്പോൾ ഇത് ആ ഒരു ഡിസ്പ്ലേയിലുള്ള LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ബീപ്പ് ശബ്ദം ഇല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എറർ വരുമ്പോഴത്തേക്കും ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ആ ഒരു ബീപ്പ് ശബ്ദം ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ ഊരിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഈ ഒരു എറർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാൻസൽ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്കിവിടെ 00 വരും. U4 അടിച്ചപ്പോൾ തന്നെ ലോങ് ബീപ്പ് ശബ്ദം കേട്ടു. ഓക്കെ, അപ്പോൾ U4 ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൈന് ഊരിയിടുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ U4 എന്താണെന്ന് ഞാൻ എറർ കോഡ് ലിസ്റ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് ട്രാൻസ്മിഷൻ ഫെയിലിയർ എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡോർ ഔട്ട്ഡോറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഡേറ്റ ട്രാൻസ്ഫർ നടന്നില്ല എന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ U4 എന്നുള്ള എറർ വരും. അപ്പോൾ ഇതിനകത്ത് ആ ബസറോടുകൂടി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലൈന് കൊടുക്കുമ്പോൾ ആ ബസറോടുകൂടി വരുന്നത് UA എററും അത് കോമ്പിനേഷൻ എററുമായിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത്. ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒത്തിരി നമ്മുടെയൊക്കെ ഒന്ന് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കംപ്ലൈൻ്റാണിത്. കാരണം കോമ്പിനേഷൻ എററെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. കോമ്പിനേഷൻ എറർ എന്ന് പറയുന്നത് ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള MCU, അതായത് പ്രോസസ്സർ തമ്മിൽ ഒരു അഡ്രസ് മാച്ചിങ് ഉണ്ടാവും. ഈ അഡ്രസ് മാച്ചിങ് മിസ്മാച്ചിങ് ആവുന്ന സമയത്താണ് നമുക്കിവിടെ ഈ ഒരു കോമ്പിനേഷൻ എറർ, അതായത് ആ ഔട്ട്ഡോറിലുള്ള ID ഇൻഡോർ കറക്റ്റായിട്ട് അതിനകത്ത് വരുന്ന കൊടുത്തിട്ടുള്ള അഡ്രസ്സിൽ തന്നെയാണോ എന്ന് നമ്മുടെ മെയിൻ IC പ്രോസസ്സിങ് യൂണിറ്റ് അത് വെരിഫൈ ചെയ്യും. ഈ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലുള്ള ഔട്ട്ഡോർ യൂണിറ്റ് അല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കോമ്പിനേഷൻ എററിലോട്ട് അല്ലെങ്കിൽ മിസ്മാച്ചിങ് എററിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് വർക്ക് ചെയ്തുകൊണ്ട് നിന്നത് ആ ഒരു PCB ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഒന്നേ ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ യൂണിറ്റ് ഏതെങ്കിലും ഒരു PCB മാറിപ്പോയിട്ടുണ്ടാവും. നമ്മുടെ LGയിൽ ഇങ്ങനെയുള്ള ഒരു എറർ കോഡ്, മിസ്മാച്ചിങ് എറർ കോഡ് വരാറുണ്ട് എല്ലാ യൂണിറ്റിലും. കഴിഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ നേരത്തെയും ഒരു മിസ്മാച്ചിങ് എറർ കോഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റ് കത്തിപ്പോയിട്ട് ഫുള്ളി നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റായിരുന്നു. നമ്മളൊരു യൂസ്ഡ് ബോർഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. സെയിം ബോർഡാണ്, പക്ഷേ ഇൻഡോർ ബോർഡുമായിട്ട് അത് മാച്ചിങ് ആവുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് മാച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോർ ബോർഡിനകത്തുള്ള അഡ്രസ്സിങ് ചേഞ്ചാക്കി നമ്മളത് മാച്ച് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നതിന് അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ഇത് ഇൻഡോറിനകത്തുള്ള അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാതെ നമുക്ക് ഈ ഔട്ട്ഡോർ യൂണിറ്റ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഇത് എപ്പോഴും ID മാച്ചിങ് മിസ്മാച്ചിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് എപ്പോഴാണ് ഇത് ID മിസ്മാച്ചിങ് ആകുന്നത് എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിവിടെ ഒരു ചെറിയ DSO വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ID മിസ്മാച്ചിങ് വരുന്നതെന്ന് ഈ ഒരു DSO വെച്ച് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് DSOൻ്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ട്, ഈ ഒരു ബോർഡുമായിട്ട് ഗ്രൗണ്ട് ചെയ്യുക. ഈ ബോർഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
കറക്റ്റ് ആ ഡേറ്റ അവിടെ എൻട്രി ആയിട്ടാണോ, എൻട്രി ആയി കഴിഞ്ഞതിന് ശേഷമാണോ നമുക്ക് ഈ ഒരു എറർ വരുന്നതെന്ന് നോക്കണം. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അവിടെ ആ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ ലൈന് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ഡോർ ബോർഡ് ഇൻഡോറിലോട്ട് റിസീവ് ആവുന്നതിൻ്റെ ആ ഒരു ടൈമിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. ആ ഡേറ്റ ട്രാൻസ്ഫറിങ് നോക്കിയാൽ മതി. ആ ബീപ്പ് ശബ്ദം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അവിടെ ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നതായിട്ട് കാണുന്നത്. അതായത് ഔട്ട്ഡോർ യൂണിറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് അത് ഇൻഡോറിലോട്ട് കിട്ടുന്ന ആ സ്പോട്ടിന് തന്നെ ID വെരിഫിക്കേഷൻ നടക്കും. ID വെരിഫിക്കേഷനിൽ അത് മാച്ചിങ് വരാത്തത് കൊണ്ടിട്ട് നമുക്കിപ്പോൾ UI എന്നുള്ള എററിലോട്ട് ഈ ഒരു ബോർഡ് പോയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ബോർഡിനെ ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റുമായിട്ട് കണക്ഷൻ പിന്നെ വർക്ക് ചെയ്യിക്കുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. പവർ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയായിട്ട് ഞാനൊന്ന് സൂം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സറിൻ്റെ ഈ ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു 5 ജമ്പർ സെറ്റിങ്സ് ഉണ്ടാവും. ഇത് ഒരെണ്ണം ഡയറക്റ്റ്, ഈ ഒരു 6 ജമ്പറിൽ ഒരെണ്ണം ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും ഈ ജമ്പർ കണക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് ഔട്ട്ഡോർ യൂണിറ്റിനനുസരിച്ചിട്ട് ഈ ജമ്പർ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ID എന്ന് പറയുന്നത്, ഈ ഒരു അഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഔട്ട്ഡോറിനനുസരിച്ചിട്ട് ഈ ജമ്പർ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് ബോർഡാണോ ഉപയോഗിക്കുന്നത് ആ ബോർഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ബോർഡ് ഔട്ട്ഡോർ ബോർഡിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇൻഡോർ ബോർഡ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഔട്ട്ഡോർ ബോർഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാനിത് റിസർച്ച് ചെയ്ത് ഇതിനകത്തുള്ള ഈ ഒരു ജമ്പർ സെറ്റിങ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഇതൊരു 5 കോമ്പിനേഷനിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കോമ്പിനേഷനിൽ വന്നാൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കുന്ന കേസാണ്. അങ്ങനെ ഞാനിപ്പോൾ കോമ്പിനേഷൻ കണ്ടുപിടിച്ചു. ഈ ഒരു വരുന്നതിൽ ഈ 2 ജമ്പർ സെറ്റിങ്സ് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ UAയിൽ വരുന്നത്, അതായത് UA എറർ കോഡിൽ വരുന്നത് മിസ്മാച്ചിങ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ മിസ്മാച്ചിങ് ഈ അഡ്രസ്സ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. ഔട്ട്ഡോർ യൂണിറ്റുമായിട്ടുള്ള ഈ ഒരു അഡ്രസ്സ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് മിസ്മാച്ചിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പ്ലെയർ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഈ 2 ജമ്പർ സെറ്റിങ്സും ഞാനിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ IDയും തമ്മിൽ മാച്ചിങ് ആവും. ഇതിൽ ഇപ്പോൾ ഈ ഒരെണ്ണം നിർത്തിയിട്ട് ഞാൻ ഇത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലും, ഇതൊരെണ്ണം നിർത്തിയിട്ട് ഞാൻ ഇതൊരെണ്ണം ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റുമായിട്ടുള്ള ആ ഒരു അഡ്രസ്സ് കറക്റ്റായിട്ട് ഈ ഒരു ICക്ക് മാച്ച് ആവത്തില്ല. ഇത് UA എന്നുള്ള മിസ് മാച്ചിങ് ആ ഒരു എററിലോട്ട് പോവുകയും ചെയ്യും. അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏതെങ്കിലും ഒരു PCB അന്നേ ഔട്ട്ഡോർ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡോർ ആയിരിക്കും, ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇത് നമ്മുടെ കസ്റ്റമറിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമറെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം 6 മാസത്തോളം ആയെന്നാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ നമുക്ക് ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡ് വർക്ക് ചെയ്യും. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അഡ്രസ്സിങ് രീതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PCB തമ്മിൽ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൽ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് റിമോട്ടിൽ ഓൺ ചെയ്യാണ്. ഓണായി.
ഞാൻ കൂൾ മോഡിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇൻഡോറിൽ ഔട്ട്ഡോർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്, ഇൻഡോർ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ബസർ കേക്കും വേണ്ട. ഇപ്പോൾ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കംപ്രസറും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ID വെരിഫിക്കേഷൻ മാച്ച് ആയപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഔട്ട്ഡോർ യൂണിറ്റിനെ കറക്റ്റായിട്ട് നമ്മുടെ ഇൻഡോർ ബോർഡ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാൻ മോട്ടർ DC ഫാൻ മോട്ടറാണ്. അതുകൊണ്ടിട്ട് എറർ വരുമ്പോഴത്തേക്കും കംപ്രസർ ഓഫ് ആവും. ഞാൻ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ DC മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻഡോർ ബോർഡ് ഔട്ട്ഡോർ ബോർഡിനെ ആ കമ്മ്യൂണിക്കേഷനിലൂടെ കൺട്രോളിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ ആ ഒരു കംപ്രസർ എടുത്ത് കറക്റ്റായിട്ട് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിതൊന്ന് ഓഫ് ചെയ്യണം. ഓക്കെ, അതും ഓഫായി. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം, മിസ്മാച്ചിങ് വന്നത് ഇതിലേതെങ്കിലും ഒരു ബോർഡ് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ട് അവർക്ക് റിപ്പയറിങ് ചെയ്യാൻ പറ്റാതെ പോയത്. ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനിലൊക്കെ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഇൻഡോർ ബോർഡിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പണി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതേ കണക്കിന് ഇതിൻ്റെ അടിഭാഗത്തും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കമ്പോണൻറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഒരു കാര്യവും ഡാമേജസ് ആയിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആദ്യം വന്നപ്പോഴേ തന്നെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ ഇൻഡോറിലോട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഔട്ട്ഡോറിലോ ബോർഡിലെ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്തു. എല്ലാം പക്ക ഓക്കെയാണ്. അങ്ങനെ എനിക്ക് ഈ റിമോട്ട് ഇല്ലായിരുന്നു. ആദ്യം അയച്ചപ്പോൾ ഈ റിമോട്ട് എനിക്ക് കൂടെ അയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ റിമോട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് എനിക്ക് കൊറിയർ ചെയ്ത് തന്നെയാണ് ഈ റിമോട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും 2 റിമോട്ടാണ് അയച്ചത്. ഇത് കസ്റ്റമറുടെ റിമോട്ടാണ്, ഒറിജിനൽ റിമോട്ട്. ഇത് ഇതിൻ്റെ കൂടെ വന്ന റിമോട്ടാണ്. അപ്പോൾ ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ റിമോട്ട് വർക്ക് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇളക്കി പരിശോധിച്ചാൽ ഇതിൻ്റെ ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആയിരുന്നു. ക്രിസ്റ്റൽ റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്കും ഈ റിമോട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിമോട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എറർ കോഡ് എടുത്തതും ഇത് ഈ UA എന്നുള്ള എററാണെന്നും ഇത് ഇന്ന കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അഡ്രസ്സ് ചേഞ്ച് ആക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 2 പോയിൻറ്റുകൾ കട്ട് ചെയ്ത് ഇട്ടപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ഔട്ട്ഡോർ എടുത്ത് എനിക്ക് ഈ ഒരു ബോർഡ് വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. കാര്യം നോർമലി ഒരു ബോർഡിന് ഒരു യൂണിറ്റിനകത്ത് നിന്ന് അഴിച്ചുകൊണ്ട് വരുന്ന ബോർഡുകളിൽ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഉണ്ടാകത്തില്ല. ഇങ്ങനൊരു എറർ കോഡ് വരാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.